നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മാരുതി 800 ആണ്. ഈ ഒരു കാർ നിങ്ങൾ ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ കണ്ടിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ടും ഈ ഒരു വണ്ടിയിൽ കുറച്ചുകൂടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വ്യൂവേഴ്സിന്റെ പറഞ്ഞത് പ്രകാരമാണ് നമ്മൾ ഈ വീഡിയോ ഒന്നും കൂടി റീഷൂട്ട് ചെയ്യുന്നുള്ളത്. അപ്പം നമുക്ക് വണ്ടിയുടെ ഫീച്ചേഴ്സിലോട്ട് കിടക്കാം അല്ലേ. ഫ്രണ്ടിൽ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് ഗ്രില്ലാണ്. ഗ്രില്ല് കസ്റ്റമൈസ്ഡ് ആണ്. അതുപോലെ തന്നെ ബമ്പറും കസ്റ്റമൈസ്ഡ് തന്നെയാണ്. ഇതിന് ഇടയിൽ നമുക്കൊരു LED ഹെഡ്ലൈറ്റ് 7 ഇഞ്ചിന്റെ ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗോൾഫ് മോഡല് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം. ഒരു ഗോൾഫ് ഇൻസ്പിറേഷൻ ആയതുകൊണ്ട് തന്നെയായിരിക്കും ഇതിന്റെ ഓണർ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അടിയില് റബ്ബറിന്റെ സ്കേറ്റ് ലിപ്പ് ചെയ്തിട്ടുണ്ട്. അതും വണ്ടിക്ക് നല്ല രീതിയിൽ മെയിൻ അട്രാക്ഷൻ കൊടുക്കുന്നത് തന്നെയാണ്. അതൊക്കെ തന്നെയാണ് ഫ്രണ്ടിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. നമുക്ക് തന്നെ അലോയ്സ് നോക്കാം. അലോയ്സ് നോക്കുകയാണെങ്കിൽ 13 ഇഞ്ചിന്റെ അലോയ്സ് ആണ്. നമ്മുടെ GTR Pro കോൺകേവ് അലോയ്സ് ആണ് ഇതിൽ വരുന്നുള്ളത്. അതുപോലെ തന്നെ 55 ഇഞ്ച് ടയേഴ്സ് ആണ് ഇതിൽ വരുന്നുള്ളത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ വണ്ടി നമുക്ക് ലോവർ ചെയ്തിട്ടുണ്ട്, ലോവർ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെയ്തിട്ടുള്ള സൈഡ് സ്കേർട്ട് ആണ്. ഇതിലെ സൈഡ് സ്കേർട്ട് ചെയ്തിട്ടുള്ളത് 47 കസ്റ്റമേഴ്സിന്റെ മഷൂദിക്കാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതിനു മുന്നേ ഒരു സിവിക്കിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെയാണ് ഇതിന്റെ സൈഡ് സ്കേർട്ട് ചെയ്തിട്ടുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പ്രൈസ് അറിയുന്ന ആഗ്രഹമുള്ളവർ നമ്മളെ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് പേഴ്സണലി ചെയ്യണമെന്ന് ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്കെല്ലാം സെറ്റാക്കി തരാം. കസ്റ്റമറുടെ സൈഡ് മിറേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ കൂളിംഗ് അടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സൈഡിൽ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൈഡില് Sparrow 2 എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരന്റെ ഇൻസ്റ്റാ നെയിം അടിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് സൈഡിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഏതൊരു വണ്ടി നോക്കുകയാണെങ്കിലും അതിന്റെ ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് കാറിന്റെ കളർ തന്നെയാണ്. കാൻഡി റെഡ് ആണ് ഇതിന്റെ കളർ. അതുകൊണ്ട് തന്നെ മെയിൻ അട്രാക്ഷൻ കാറിന്റെ കളർ തന്നെയാണ്. ബാക്കിൽ വരികയാണെങ്കിൽ ബാക്കിലൊരു സൈക്കിൾ റാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വണ്ടിക്ക് ഇതുപോലെ തന്നെ ഒരു മെയിൻ അട്രാക്ഷൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു കാർബൺ ഓട്ടോമോട്ടീവിന്റെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. ബമ്പർ ഇതിലെ കസ്റ്റമൈസ്ഡ് ആണ്. അതുപോലെ തന്നെ എക്സോസ്റ്റ് ആണെങ്കിൽ എക്സ്കേസിന്റെ എൻഡിക്കൻ സ്ട്രേറ്റ് ലൈൻ പൈപ്പ് ആണ്. ഇതിലെ ടെയിൽ ലാമ്പ് LED ബ്ലിങ്കർ ടൈപ്പ് ടെയിൽ ലാമ്പാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ തന്നെയാണ് ബാക്കിൽ മെയിൻ ആയിട്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. ഉള്ളിൽ ഫുള്ളും കൂൾ അടിച്ചുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഡാർക്ക് ഫീലാണ് നമുക്ക് വരുന്നുള്ളത്. അതുപോലെ തന്നെ ഗ്ലാസിന്റെ മുകളിൽ ഒരു Sparrow എന്നൊരു ക്യാപ്ഷനും നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മോഡൽ ഡാഷ്ബോർഡ് തന്നെയാണ് വണ്ടിയിൽ ഇതിന്റെ ഓണർ കീപ്പ് ചെയ്ത് പോന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റിയറിംഗ് വീൽ മോമോന്റെ സ്പോർട്ടി ടൈപ്പ് സ്റ്റിയറിംഗ് വീൽസ് ആണ് നമ്മുടെ വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സീറ്റ് കവർ റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ കൊണ്ടുവരുന്നതിനായിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് സീറ്റ് കവേഴ്സ് ആണ് വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വണ്ടിയുടെ ഓണർ ആഷിഫിക്ക. മാഡ്മിൻഡേഴ്സ്വ്ലോഗിന്റെ വക നല്ലൊരു നന്ദി പറയാണ്. കാരണം നമുക്ക് ഈ വണ്ടി റീഷൂട്ട് ചെയ്തേന്ന് ചോദിച്ചപ്പോൾ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്നു. അതിനൊരുപാട് നന്ദിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആളുകളുടെ ഒരു ഡൗട്ടായിരിക്കും ഇത്രയൊക്കെ വർക്ക് ചെയ്തിട്ട് ഈ വണ്ടി റോട്ടിലിറക്കാൻ പറ്റുമെന്ന്. സത്യം പറഞ്ഞ റോട്ടിൽ പോയിട്ട് വീട്ടിൽ പോലും കയറ്റാൻ പറ്റാത്ത അവസ്ഥയാണ് MVDയുടെ പ്രശ്നം കാരണം അല്ലേ. എന്തെങ്കിലും പ്രശ്നം ഈ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല അല്ലേ. അപ്പോ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. അപ്പോ ഇത്രയും നേരം നിങ്ങളോട് സഹകരിച്ച ആഷിഫിക്കക്ക് നന്ദി. മാഡ്മിൻഡേഴ്സ് വ്ലോഗിന്റെ ഒക്കെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ദിസ് ഈസ് വാച്ചിങ് മിസ് മാഡ്മിൻഡർ ഫ്രം മാഡ്മിൻഡേഴ്സ് വ്ലോഗ്.